ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളെ ഉടൻ കുവൈറ്റിലെത്തിക്കുമെന്ന് NBTC മാനേജ്മെന്റ്. വിദഗ്ധ ചികിത്സയ്ക്കായി സ്വന്തം രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ട സൗകര്യവും ഒരുക്കും. കുവൈറ്റിൽ നിന്ന് ഗിരീഷ് ഒറ്റപ്പാലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുവൈറ്റിലെ മംഗഫിൽ NBTC താമസ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജീവനക്കാരുടെ ബന്ധുക്കളെ ഈ വരുന്ന ഞായർ ദിവസം തന്നെ കുവൈറ്റിലെത്തിക്കുമെന്ന് NBTC മാനേജ്മെന്റ് അറിയിച്ചു. HR ആൻഡ് അഡ്മിൻ കോർപ്പറേറ്റ് ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്താണ് ഇക്കാര്യം അറിയിച്ചത്. ആദ്യഘട്ടമെന്ന നിലയിൽ ബന്ധുക്കളെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച പരിക്കേറ്റ ജീവനക്കാരുടെ 10 ബന്ധുക്കളെ കുവൈറ്റിലെത്തിക്കും. ഇവർക്കുള്ള സന്ദർശക വിസ, കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ്, ഭക്ഷണ താമസ സൗകര്യം, യാത്ര ചെയ്യാനുള്ള വാഹനം എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം അറിയിച്ചു. അപകടം നടന്നയുടനെ 61 ജീവനക്കാരെ രാജ്യത്തെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവരിൽ 53 ജീവനക്കാർ സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടതായും NBTC മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുൾപ്പെടെ നിലവിൽ 8 ജീവനക്കാർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. വിദഗ്ധ ചികിത്സയ്ക്കായി സ്വദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും NBTC വ്യക്തമാക്കി. കൂടാതെ അപകടത്തിൽ മരണപ്പെട്ട ബീഹാർ സ്വദേശി എന്ന് സംശയിക്കുന്ന ജീവനക്കാരന്റെ സഹോദരനെയും ഞായറാഴ്ച ദിവസം തന്നെ കുവൈറ്റിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും വ്യക്തമാക്കി. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ മരണപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും NBTC മാനേജ്മെന്റ് അറിയിച്ചു. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്.